മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ്. നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. ഒരു മാരേജ് ഫംഗ്ഷൻ ആണ്, മാരേജ് അല്ല എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്ത്യൻ എൻഗേജ്മെന്റിന് പങ്കെടുക്കുന്നത് കേട്ടാ. അപ്പൊ അതിന് പോകാൻ വേണ്ടി പോവാന്ന്. ആരതാണ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പോകുന്ന വഴിയേ പറയാം. അപ്പൊ ആദ്യം തന്നെ പോയിട്ട് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വരട്ടെ, എന്നിട്ട് റെഡി ആയിട്ട് കാണാം. അപ്പൊ നമ്മള് റെഡിയായി കല്യാണത്തിന് പോകാൻ വേണ്ടി ഇതാ അന്നത്തെ യെല്ലോ ചുരിദാറിൽ ഒട്ടിച്ചിട്ടുണ്ട്. നിച്ചോട്ടി കാണിക്ക്, ഹായ് പറ. നിച്ചോട്ടി റെഡിയായി. ഏട്ടൻ രാവിലെ പോയിട്ടാ. നമ്മളെ വണ്ടിയാണ് കല്യാണ ചെക്കൻ്റെ ഇങ്ങോട്ടേക്ക് വരാനുള്ള വണ്ടി. അതുകൊണ്ട് ഏട്ടൻ രാവിലെ 8 മണിക്കേ പോയി അവരെ കൂട്ടിയിട്ട് വരും. നമ്മൾ അപ്പോഴേക്ക് ഓഡിറ്റോറിയത്തിൽ എത്തണം. മൂത്താപ്പേനെ കല്യാണത്തിന് കൂട്ടോ? മൂത്താപ്പേനെ കൂട്ടൂല? കൂട്ടണ്ടേ? അതെന്തേ? ആലോചിക്കാ പറ, അത് ആലോചിക്കാ പറ. നമ്മൾ റെഡി ആയിട്ട് ഓട്ടോ പിടിച്ച് പോകാൻ വേണ്ടി പോകുമ്പോഴേക്ക് ഓട്ടോ ഇല്ല. ഇന്ന് ഹർത്താൽ പോരും, ആരോ മരിച്ചിട്ടുണ്ട് ഓട്ടോ ഡ്രൈവർ. അതുകൊണ്ട് ഹർത്താൽ, ഓട്ടോ ഇല്ല. ഇനി നടന്നിട്ട് അങ്ങോട്ടേക്ക് പോകണം. ഫുള്ള് ഇപ്പൊ തന്നെ വേർത്ത് കുളിച്ച് നമുക്ക് ഏതായാലും ഇറങ്ങാം. നിച്ചൂട്ടി ചുന്തിരിമണിയായിട്ട് ഇറങ്ങുന്നുണ്ട്. പോവണോ? പോവാ. ഓടണ്ട ഇച്ചൂട്ടി, മെല്ലെ പോയാതി. കൊടേക്കൂട് വാ. ഓട്ടോ ഇല്ലാത്തോണ്ട് അച്ഛൻ നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നതാണേ. എന്നെ വെയിൽ വിളിക്കുന്ന മനുഷ്യ. അടുത്തത് കറക്റ്റ് ഓട്ടോ ഇല്ലാത്തോണ്ട് വെയിലത്ത് തന്നെ നടക്കണം. അടുത്ത് തന്നെയാണ്, എന്നാലും വെയിലത്ത് നടക്കുമ്പോഴേക്കും അവിടെ വേർത്ത് കുളിച്ച് നാശകോശാവൂലേ, അതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഭാഗ്യത്തിന് നമ്മൾ നടന്ന് പകുതി എത്തുമ്പോൾ ഒരു ഓട്ടോ കിട്ടിയിട്ടാ. ഇങ്ങനെ റിട്ടേൺ പോകുന്നതാന്ന് തോന്നുന്നു. ഭാഗ്യത്തിന് അതിൽ കയറിയിട്ട് അവിടെ അവർ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ ആരെ കല്യാണമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കല്യാണ ചെക്കനെ കാണിച്ചു തരാം, എന്നിട്ട് പറയാം. ഗ്ലാസ് വെക്കോ? എന്തുണ്ട് കല്യാണ ചെക്ക? അപ്പൊ ഇതാണ് കല്യാണ പെണ്ണ്. നമ്മൾ പോകുമ്പോഴേക്ക് എല്ലാവരും പുറത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ കല്യാണ പെണ്ണിന്റെ ചേച്ചി നമ്മളെ വീഡിയോസ് സ്ഥിരം കാണുന്നതാണ്. കണ്ട ഉടനെ തന്നെ ഓടി വന്നിട്ട് വർത്തമാനം പറഞ്ഞു, നിച്ചൂട്ടി എന്നെല്ലാം വിളിച്ചിട്ട്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ അനിയത്തിന്റെ കല്യാണത്തിന് നമുക്കും പങ്കെടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട്. ചേച്ചിന് പിന്നെ കാണാനും പറ്റിയിട്ടില്ല വരുന്ന സമയത്ത്. ഇനി നമുക്ക് എന്നാലും കല്യാണത്തിന് കാണാം. കല്യാണം ആയതാന്ന് വെച്ചാൽ ജോബിയേട്ടനും ഷാരോൺ ചേച്ചിയില്ലേ, നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും. ഒരു വൈറ്റ് ഡ്രസ്സും അതുപോലെ തന്നെ പച്ച ഗൗണൊക്കെ ഇട്ടിച്ചതാ ഇവരാണ്. നമ്മുടെ കൂടെ പണ്ട് മൂന്നാർ ട്രിപ്പിനൊക്കെ വന്നിട്ടുണ്ടായ നമ്മുടെ സ്വന്തം ചേട്ടനെയും ചേച്ചിയും പോലെ തന്നെയാണ് കേട്ടോ. ആക്ച്വലി അർജുൻ്റെ ഫ്രണ്ടാണ് ജോബിയേട്ടൻ. ഇപ്പം നമ്മുടെ സ്വന്തം ഫാമിലി മെമ്പറെ പോലെ തന്നെയാണ്. അപ്പം ജോബിയേട്ടൻ്റെ അനിയൻ്റെ കല്യാണമാണ് ജെറിനും ബെറ്റിയും. ഇവരുടെ കല്യാണം. പിന്നെ അവരുടെ കുറേ പുരോഹിതന്മാരും മറ്റേ ദൈവദാസന്മാരും അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഇങ്ങനെ കുറേ നേരം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ പെണ്ണിനെയും ചെക്കനെയും സ്റ്റേജിലേക്ക് കയറ്റി പെണ്ണിൻ്റെ ഫാമിലീനെയും ചെക്കൻ്റെ ഫാമിലീനെയും എല്ലാവരെയും പരിചയപ്പെടുത്തി. അങ്ങനെ കുറേ അവരുടെ ചടങ്ങുകളൊക്കെ അങ്ങനെ കുറേ നേരം അങ്ങനെ നീണ്ടു നിന്ന് നമ്മളും അതൊക്കെ കഴിയുന്നവർ അവിടെ തന്നെ നിന്നു കേട്ടോ. വലിയ ആൾക്കാർ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ആ ഓഡിറ്റോറിയം ഫുള്ളാവുന്ന രീതിയിലുള്ള ക്രൗഡ് ഉണ്ടായിന്. ശ്രീമതി മറിയാമ്മ ചാക്കോയുടെയും മകൻ ജെറി നെംസിയും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ദൈവമായ
പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്ക് നിച്ചൂട്ടിക്ക് ബോറടിക്കാൻ തുടങ്ങി. നിച്ചൂട്ടി ഇങ്ങനെ അതിലെല്ലാം നടക്കാൻ തുടങ്ങി, ഓരോരോ ചെയറിൻ്റെ ഇടയ്ക്ക് കൂടിയെല്ലാം പോയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷെ എന്നാലും വലിയ ബഹളമൊന്നും ഉണ്ടാക്കിയിട്ട് എനിക്ക് ചെറിയ പേടി ഉണ്ടായിന്, ഉറക്കം വരാനുള്ള ആയതുകൊണ്ട് ചെറിയ ബഹളം ഉണ്ടാക്കുമെന്ന്. പക്ഷെ അങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് പിന്നെ 1-2 പിള്ളേരുണ്ടായിന് അതിലെ കൂടെയെല്ലാം ഓടിച്ചാടി കളിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്ക് നിച്ചൂട്ടീൻ്റെ കൂടെ ഭയങ്കര കളിയായിട്ട് ഒരു മോള് വന്നിട്ട് ജാൻവി എന്നാന്ന് തോന്നുന്നു മോളുടെ പേര്. അപ്പോൾ അവർ രണ്ടാളും കുറേ നേരം അങ്ങനെ കളിക്കുകയും ചെയ്തു. അതുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ പോയി. അപ്പൊ ചടങ്ങ് ഏകദേശം കഴിഞ്ഞേ നമ്മള് താഴേക്ക് പോകുന്നു. നിച്ചൂട്ടി അതിൻ്റെ അകത്ത് നിന്ന് കുഴപ്പാക്കുന്നു, കുറേ നേരമായാലും ഇരിക്കുന്നത്. അപ്പം ഏകദേശം അവരെ ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ കുറച്ച് കഴിയുമ്പോൾ ഫുഡെല്ലാം കഴിക്കണം. വലിയ തിരക്കൊന്നുമില്ല, അവിടെ ഫുഡ് കഴിക്കാൻ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ താഴെ വന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ബൊഫേ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മേടിച്ച് അങ്ങനെ ഇരുന്ന് വേഗം അങ്ങ് കഴിക്കാമല്ലോ. അപ്പോൾ ബിരിയാണിയും ബീഫും ചിക്കനും പിന്നെ വെള്ളയപ്പവും പിന്നെ വെജിറ്റേറിയൻ മീലാണെങ്കിൽ അതും എല്ലാം കൂടി ഉണ്ടായിനി. നമ്മൾ വേഗം കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ചേച്ചിയും ചേട്ടനെല്ലാം കഴിക്കുന്നുണ്ടായിനി. അവരുടെ അടുത്തേക്ക് നമ്മൾ പോയി യാത്ര പറയാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് അവരെല്ലാവരും കൂടെ താഴേക്ക് ഇറങ്ങി കഴിക്കുന്നേ ഉള്ളൂ. ചെറുക്കനും പെണ്ണെല്ലാം എന്നും കഴിച്ചിട്ടില്ല കേട്ടോ. മേലെ ഉണ്ട് അത്ര അവരുടെ കൊയർ ടീമിൻ്റെ പാട്ടെല്ലാം ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അത്ര. അങ്ങനെ പിന്നെ ഐസ്ക്രീമെല്ലാം ഉണ്ടായിന്. ഞാനും നിച്ചൂട്ടിയും കൂടെ കുറച്ച് ഐസ്ക്രീം എല്ലാം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിന്. വെജിറ്റേറിയനും എല്ലാം സദ്യ അടക്കം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വെജിറ്റേറിയൻ മീലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത് അമ്മേൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു, പണ്ടത്തെ സ്റ്റുഡൻറ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം കാണലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് മോള് വർത്താനം പറഞ്ഞോട്ടെ. കുറേ നേരം അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയായി. ഏട്ടൻ അവിടെ തന്നെ ഉണ്ട് അത്രയും. ഞാനും നിച്ചൂട്ടിയും പിന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഏട്ടനവിടെ കുറച്ച് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ട് അങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്നു. അപ്പൊ നമ്മള് കല്യാണത്തിലെല്ലാം പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയേ. ഇനി കുറച്ചു നേരം റെസ്റ്റ്. നിച്ചൂട്ടിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട്, ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ടാണ് കേട്ടോ വീട്ടിലേക്ക് വന്നേ. അപ്പൊ ഇനി ഉറക്കം നിച്ചൂട്ടിനെ ഉറക്കി ഉറങ്ങണ്ടേ, നിച്ചൂട്ടിനെ ഉറങ്ങണ്ടേ. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. നല്ല കിണ്ണം കാച്ചിയ ഒരു ഉറക്കം ഉറങ്ങിയേ. അയ്യോ ഒന്നും അറിഞ്ഞിട്ടില്ല. നിച്ചൂട്ടിക്ക് നല്ല ഉറക്കം വന്നു എന്ന് പറഞ്ഞ് നിച്ചൂട്ടിനെ കിടത്തിയതേ ഓർമ്മയില്ല, പിന്നെ ബോധം ഉണ്ടായിട്ടില്ല. നല്ല ഉറക്കം. ഏട്ടൻ വന്നതും ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ വെച്ചാൽ ഏട്ടൻ വരണം, അത്രയും സമയമൊന്നും നോക്കിയിട്ടില്ല. അപ്പോഴേക്കും ഏട്ടനെല്ലാം നേരത്തെ വന്ന് അങ്ങനെ തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. ആ ക്ഷീണത്തിന്, ആ ചൂടിന്റെ ക്ഷീണത്തിന് അങ്ങനെ ഉറങ്ങി. നിച്ചു ഉറങ്ങിയാ? നല്ലോണം ഉറങ്ങിപ്പോയാ? ഇങ്ങോട്ട് സൈഡ് പോല പാറുവിന്റെ കൂടെ കളിക്കുവാ? കളിച്ചു. ഏട്ടാ കല്യാണം എങ്ങനെ ഉണ്ടായി? അടിപൊളി. കല്യാണല്ല, നിശ്ചയം. ഇനി കല്യാണം ഉണ്ടത്രേ. 8-ാം തീയതി കല്യാണാന്നേ. 8-നല്ല ഏട്ടാ, അതെ 2-ന് നിശ്ചയം, 8-ന് കല്യാണം. ചായ കുടിക്കാൻ ഉണ്ടാനക്കും. കല്യാണ ചെക്കൻ വന്നേ. പൂവ് ഇവിടെ ഉണ്ടത്രേ. ഐശിത ഈ പൂവെല്ലാം കാണുമ്പോ ഇപ്പൊ പേടിയാവുന്നു കേട്ടാ. ഇത് കാണുമ്പോ തന്നെ പേടിയാവുന്നു ശരിക്ക്. പൂവിന്റെ നിച്ചന് വേണാ? ഈ പോകുന്ന കേട്ടോ ഡാലിയ. ഇതിന് വരുന്ന ചെമ്പരത്തി അറിയാ? റോസാപ്പൂ അറിയാ? ആ മതി. ഇതെടുത്തോ നിച്ച് കളിച്ചോ. വേണ്ടേ വേണ്ട, അതാ നല്ലത്. പൂവിന്റെ കാര്യം എന്ന് പറഞ്ഞത് ഇന്നലെ കണ്ടിട്ട് ഒരു ന്യൂസ്. അരളിപ്പൂ കഴിച്ചിട്ട് ഒരു കുട്ടി മരിച്ചത്. എന്താ അവസ്ഥ അല്ലേ? നമ്മൾ സ്ഥിരം പണ്ടേ കാണുന്ന ആ ഒരു പൂ ഇങ്ങനെ നടക്കുമ്പോൾ വായിലിട്ട് അത് വയറ്റിലെത്തി മരിച്ചു. മരണത്തിന് കാരണമാക്കുന്നതെന്ന് പറയുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. നമ്മൾ മക്കളെല്ലാം കളിക്കുമ്പോൾ എത്രയോ പൂവെല്ലാം പറിച്ചിട്ട് കളിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് അർത്ഥം. ഇനി എല്ലാവരും മക്കളോടെല്ലാം പൂവെല്ലാം പറിച്ച് കളിക്കുമ്പോൾ നല്ലോണം പറഞ്ഞു കൊടുക്കുക എല്ലാവരും. ശരിക്കും ഷോക്കായി പോയി. നമ്മൾ സ്ഥിരം കാണുന്ന ആ അരളിപ്പൂ കഴിച്ചിട്ട് ഒരാൾ മരിക്കുക എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഇത്രയും കൊല്ലമായിട്ട് അത് കേട്ടിട്ടില്ലല്ലോ. ഇപ്പം അമ്മയോട് പറയുമ്പോൾ അമ്മ പറഞ്ഞു പാലക്കാടെല്ലാം ഇവർ പറയലുണ്ട് പോലും പണ്ട്. അമ്മമ്മയെല്ലാം ആ പൂ പറിക്കാൻ പാടില്ല, അത് വിഷാന്നെല്ലാം ഇവർ പറയലുണ്ട് പോലും പണ്ട്. പക്ഷെ ഞാനൊന്നും ഇതുവരെ കേട്ടിട്ടില്ല ആ സംഭവം. ആദ്യമായിട്ട് ഈ ന്യൂസ് വന്നപ്പോഴാണ് അറിയുന്നത് അത് അത്രയും വിഷാന്നുള്ള കാര്യം. ഇത് പൊട്ടിക്കലല്ല അല്ലേട്ടാ, സ്റ്റിക്കർ പോലെ ഇങ്ങനെ സെലോ ടേപ്പ് വെച്ചിട്ടാ. ഡബിൾ ടേപ്പില് 2 സൈഡ് കുറച്ച് ഒട്ടിക്കുന്നത്. അന്നേരം കല വരും അല്ലേ? അന്നേരം വണ്ടിക്ക് പെയിന്റ്, ചില വണ്ടിന്റെ പെയിന്റ് ഇളകി പോകും. നമ്മളെ പഴയ വണ്ടിക്ക് ഒരു 3-4 കല്യാണത്തിന് നമ്മൾ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യം ഇപ്പോഴും ഉണ്ട്. ബലാനോന ഇതിപ്പോ ഇങ്ങനെ സെറ്റപ്പ് വാക്കം
ഇങ്ങനെ പ്രസ് ചെയ്യലല്ലേ? ഇത് ജസ്റ്റ് അവിടെ വെച്ചാൽ മതി. ആ നല്ല ഐഡിയ അല്ലേ? അപ്പൊ കലയാവൂല്ല. നല്ല സെറ്റപ്പ് തന്നെ. കുറച്ച് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇന്ന് എൻഗേജ്മെന്റിനെല്ലാം കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്തിട്ടുണ്ടായേ. ഇപ്പൊ രാത്രിയായി, സമയം ഉറങ്ങാൻ വേണ്ടി പോവാന്നേ. 10 മണി കഴിഞ്ഞു സമയം. അപ്പൊ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ അയച്ച് വീണ്ടും കാണാം. അതുവരെ